ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഈ വെളുപ്പാങ്കാലത്ത് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ എന്താണെന്നല്ലേ, ഒരു ആഗ്രഹം സാധിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ നടത്തിയ ഒരു യാത്രയെക്കുറിച്ചുള്ള കുറച്ച് വിശേഷങ്ങളാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ പങ്കുവയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. സോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ട്രെയിനിൽ കയറി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നൊരു കാര്യം റീഡിംഗ് ആണ്. പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആലുവ ടു കോഴിക്കോട് യാത്രയിൽ ഞാൻ എപ്പോഴും ഒരു പുസ്തകം കയ്യിൽ കരുതുമായിരുന്നു. അത് കോഴിക്കോട് എത്തുന്നതിന് മുന്നേ വായിച്ചു തീർക്കുക എന്നുള്ളതാണ് എൻ്റെ മെയിൻ ഉദ്ദേശം. അങ്ങനെയുള്ളൊരു യാത്രയിൽ അന്ന് ഞാൻ വായിച്ചുകൊണ്ടിരുന്നത് മാധവിക്കുട്ടിയുടെ ആത്മകഥയായിരുന്നു. അങ്ങനെ അത് വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ തൊട്ടടുത്തിരുന്നൊരു ലേഡി എന്നോട് ചോദിച്ചു, ഈ ഒരു കമ്പാർട്ട്മെൻറ്റിൽ എത്ര പേര് ഇതുപോലെ പുസ്തകങ്ങൾ വായിക്കുന്നത് കണ്ടോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ ശ്രദ്ധിച്ചു, ശരിയാണല്ലോ, ആരും തന്നെ പുസ്തകങ്ങളോ അല്ലെങ്കിൽ പത്രങ്ങളോ ഒന്നും വായിക്കുന്നില്ല, എല്ലാവരും ഫോണിലാണ് സമയം ചെലവഴിക്കുന്നത്. അപ്പം ആ ലേഡി എന്നോട് പറഞ്ഞത്, ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്തായിരുന്നു ഇതുപോലുള്ള ആളുകൾ ട്രെയിനിൽ പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോഴും ഈ ഒരു ഹാബിറ്റ് ഫോളോ ചെയ്യുന്ന ആളുകൾ ഈ ജനറേഷനിലും ഉണ്ട് എന്നറിയുന്ന സമയത്ത് അവർ ഭയങ്കരമായിട്ട് ഹാപ്പി. റീഡിങ് ഹാബിറ്റിന് എത്രത്തോളം പവർ ഉണ്ട്, അല്ലെങ്കിൽ അത് എത്രത്തോളം പവർഫുൾ ആണെന്ന് ഞാൻ റിയലൈസ് ചെയ്തത് ആ ഒരു സമയത്തായിരുന്നു. അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ എപ്പോഴും എവിടെ പോവുകയാണെങ്കിലും എൻ്റെ ബാഗിൽ ഒരു പുസ്തകത്തെ ഞാൻ കരുതാറ്. അങ്ങനെ ആലപ്പുഴ എത്തിക്കഴിഞ്ഞിട്ട് ഇനി ആലപ്പുഴ കൊല്ലം എക്സ്പ്രസ്സിൽ ആണ് ഞങ്ങൾക്ക് ഹരിപ്പാടാണ് എത്തേണ്ടത്. അങ്ങനെ പെട്ടെന്ന് തന്നെ ഞങ്ങൾക്ക് ട്രെയിനൊക്കെ കിട്ടി. ഞങ്ങൾ അതിൽ കയറി ഇനി ഹരിപ്പാട് എത്തുക എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രധാന ഉദ്ദേശം. അങ്ങനെ ഹരിപ്പാട് എത്തി ഇനിയും കുറച്ചുകൂടി പോയി കഴിഞ്ഞാൽ ഞങ്ങൾ ആഗ്രഹിച്ച സ്ഥലത്തെത്തും. അങ്ങനെ മണ്ണാറശാലയിലേക്ക് എത്തിയത്. ഞങ്ങളുടെ മന്ദാരം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗസ്റ്റ് ഹൗസിലാണ് താമസിക്കുന്നത്. ഈവനിങ് ഞങ്ങൾക്ക് അമ്പലത്തിൽ പോകണം. കേൾവി മാത്രമായിരുന്ന മണ്ണാറശാല അമ്പലത്തിൻ്റെ മണ്ണിൽ കാലുകുത്തിയ സമയത്ത് നമ്മൾ ഏറെ നാൾ ആഗ്രഹിച്ചൊരു സ്വപ്നം അല്ലെങ്കിൽ ഒരു ആഗ്രഹം നിറവേറ്റിയതിൻ്റെ ഫുൾ സാറ്റിസ്ഫാക്ഷനും ഉണ്ടായിരുന്നു കേട്ടോ. മണ്ണാറശാല ശരിക്കും പറയുകയാണെങ്കിൽ അതിനെക്കുറിച്ച് പഠിച്ച സമയത്ത് ആണ് എനിക്ക് പല കാര്യങ്ങളും മനസ്സിലായിട്ടുണ്ടായിരുന്നത്. കേരളത്തിലെ അതിപുരാതനവും അന്താരാഷ്ട്ര പ്രശസ്തവുമായിട്ടുള്ള നാഗരാജാവിനുള്ള ഒരു ക്ഷേത്രമാണ് ആലപ്പുഴ ജില്ലയിൽ ഹരിപ്പാട് സ്ഥിതി ചെയ്യുന്ന മണ്ണാറശാല. 9 ഏക്കറിലായിട്ടാണ് ഈ ഒരു കാവ് നിലകൊള്ളുന്നത്. പിന്നെ ഏറ്റവും വലിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ മണ്ണാറശാല അമ്മയെ നേരിട്ട് കാണാൻ പറ്റി. അതിൻ്റെ വിഷ്വൽസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല, കാരണം അവിടെ മൊബൈൽ ഫോൺ അലൗഡ് അല്ലായിരുന്നു. അതായത് നമുക്ക് വീഡിയോ ഒന്നും ക്യാപ്ചർ ചെയ്യാനുള്ള പെർമിഷൻ അവിടെ ഇല്ലാത്തത് കൊണ്ടാണ് എനിക്കത് എടുക്കാൻ സാധിക്കാതിരുന്നത്. അപ്പം ഇത്തരത്തിലൊരു ക്ഷേത്രത്തിൽ ഒരു അമ്മ, ഒരു സ്ത്രീ, ഒരു പൂജാരിയായിട്ട് നിലകൊള്ളുന്ന ക്ഷേത്രം എന്നൊക്കെ പറയുന്ന സമയത്ത് ആ ഒരു ക്ഷേത്രത്തിൽ നമ്മൾ പോവുക, അവിടുത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ട് ആസ്വദിക്കുക, നമ്മുടെ പ്രാർത്ഥനകൾ അവിടെ അർപ്പിക്കുക എന്നൊക്കെ പറയുന്നത് ഏറ്റവും വലിയൊരു കാര്യമായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ആ ഒരു വലിയ ആഗ്രഹവും ഇന്ന് സാധിച്ചു. ഈ ഒരു വീഡിയോ എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എനിക്ക് വ്യൂവേഴ്സും കാര്യങ്ങളൊക്കെ കുറവാണ്. എപ്പോഴെങ്കിലും എനിക്കൊന്ന് കാണണം തോന്നിക്കഴിഞ്ഞാൽ അതൊരു ചെറിയൊരു വീഡിയോ ആയിട്ട് ഈ ഒരു ചാനലിൽ നിന്നോട്ടെ എന്നുള്ള ഒറ്റ കാരണത്തോടു കൂടിയാണ് ഞാൻ ഇതിവിടെ പോസ്റ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡു ലൈക്ക് ആൻഡ് ഷെയർ. താങ്ക് യു സോ മച്ച്. താങ്ക്സ് ഫോർ വാച്ചിങ്.